സംവിധായകൻ അമൽ നീരദിന്റെ ഭാര്യയാണ് ജ്യോതിർമയി എന്ന പ്രേക്ഷകർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആകുന്നുള്ളൂ. മലയാളികൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തൊരു നടി തന്നെയാണ്. കാമുകിയായും ഭാര്യയായും അമ്മയായും ഒക്കെ തിളങ്ങി നിന്ന നടി എന്ന് വേണം പറയാൻ. അഭിനയിച്ച സിനിമകളെല്ലാം ഇന്നും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളായി നിർത്തിയ നടി. അങ്ങനെയാണ് ജ്യോതിർമയിയെക്കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് എല്ലാവരും ജ്യോതിർമയിയെ കണ്ടത്. ഇതോടെയാണ് ജ്യോതിർമയി സംവിധായകൻ അമൽ നീരദിന്റെ ഭാര്യയാണ് ഇപ്പോഴെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത്. ഇവർക്കൊരു കുഞ്ഞുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ പബ്ലിക്കായി തന്നെ തന്റെ കുഞ്ഞിനെ തോളിലിട്ട് പോകുന്ന ജ്യോതിർമയിയുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ജ്യോതിർമയിക്കും അമൽ നീരദിനും ഇത്രയും വലിയൊരു ആൺകുട്ടി ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത്. ജ്യോതിർമയി ഇത്രയും വലിയൊരു ആൺകുട്ടിയുടെ അമ്മയാണോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഞങ്ങളാരും അറിഞ്ഞില്ല എന്നാണ് പ്രേക്ഷകരും പരാതിയായി പറയുന്നത്. പക്ഷെ എന്തു തന്നെയായാലും ജ്യോതിർമയിയുടെ മകന്റെ മുഖം കാണാത്തതിന്റെ ചെറിയൊരു വിഷമം പ്രേക്ഷകർക്കുണ്ട് എന്നും അവർ പരാതി പറയുന്നുണ്ട്. വാശി പിടിച്ച് കരയുന്ന മകനെ ആശ്വസിപ്പിക്കുന്ന തിരക്കിലാണ് താരം. മാധ്യമങ്ങൾ താരത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒക്കെയും മകൻ വാശിയോടെ കരയുന്നത് പുതിയ വീഡിയോയിൽ കാണാം. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു മാം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ ഓണമില്ലായിരുന്നു എന്ന് പറയുകയാണ് താരം. കൂടുതൽ പറയുന്നതിന് മുൻപ് തന്നെ മകൻ വാശി പിടിച്ച് കരയുന്നുണ്ട്. എന്റെ അമ്മ അടുത്തിടെയാണ് മരിച്ചത്. പിന്നെ അമൽ നീരദിന്റെ അച്ഛനും മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓണം നമുക്കില്ല എന്നാണ് താരം ഉദ്ദേശിച്ചതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. വീണ്ടും മാധ്യമങ്ങൾ പിന്തുടർന്നപ്പോൾ മോൻ കരയും പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയിൽ നിന്നും അകലം പാലിക്കുകയായിരുന്നു താരം. അതേസമയം ഇത് സ്വന്തം മകനാണോ എന്നായി കമന്റിലൂടെ വീണ്ടും ആരാധകരുടെ ചോദ്യം. എന്നാൽ സ്വന്തം മകൻ തന്നെ എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ നിറയുന്നത്. ഇതിലൂടെയാണ് പ്രേക്ഷകരെല്ലാവരും ജ്യോതിർമയിക്ക് ഒരു മകനുണ്ട് എന്ന സത്യം മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നുവെന്നാണ് ഇത്രയും നാളും പ്രേക്ഷകർ പറഞ്ഞത്. ജ്യോതിർമയിക്ക് ഇത്രയും വലിയ മകനോ? ഗർഭകാലം അറിയിക്കാത്തതാണോ അതോ നമ്മൾ അറിയാതെ പോയതാണോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയുള്ള സംശയങ്ങൾ ആരാധകർ കമന്റ് ബോക്സിൽ നിരത്തുന്നുണ്ട്. എന്നാൽ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്ന താരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അധികം ആർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. 2015 ഏപ്രിൽ 4 അമലിന്റെയും ജ്യോതിയുടെയും വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത്. വിവാഹത്തോടെ അഭിനയ രംഗത്തു നിന്നും വിട്ടു നിൽക്കുന്ന ജ്യോതിർമയി ഇടക്കാലത്ത് വെച്ച് എഴുത്തിലേക്ക് തിരിഞ്ഞിരുന്നു. വെറുതെ ഒരു ജോലി ചെയ്യുന്ന എന്ന നിലയിലായപ്പോൾ ചെറിയ ഇടവേളയെടുത്തു എന്നാണ് ഒരിക്കൽ ജ്യോതിർമയി തിരിച്ചുവരവിനെ കുറിച്ച് ചോദ്യങ്ങളിൽ പ്രതികരിച്ച് എത്തിയത്. വിവാഹത്തോടെ അഭിനയത്തിൽ വിട്ടുനിന്ന ജ്യോതിർമയിയുടെ തിരിച്ചുവരവ് ഭർത്താവിന്റെ ചിത്രത്തിലൂടെയാണ്. തോക്കുമായി നിൽക്കുന്ന ലുക്കിലാണ് ജ്യോതിർമയിയുടെ ചിത്രം അമൽ നീരദ് പുറത്തുവിട്ടിരുന്നത്. ബോഗൻവില്ല എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ ചിത്രത്തിന് വലിയ ആവേശകരമായ കാത്തിരിപ്പ് തന്നെയാണ് അമൽ നീരദ് പ്രേക്ഷകരും മലയാളി സിനിമാ പ്രേക്ഷകരും നടത്തുന്നത്. ഇപ്പോൾ സിനിമയ്ക്കകത്ത് നിറയെ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനും കൂടിയായിരിക്കും മാധ്യമങ്ങൾ ജ്യോതിർമയിയുടെ അടുത്തേക്ക് പോയത്. കുഞ്ഞ് വാശി പിടിച്ച് കരയുന്നത് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ പതിയെ മാറി നിൽക്കുകയായിരുന്നു. കുഞ്ഞിനെക്കുറിച്ചുള്ള വാർത്തകളും ചോദിക്കണമെന്ന് മാധ്യമങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം. എന്നാൽ കുഞ്ഞിന്റെ അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ജ്യോതിർമയിക്ക് എല്ലാ ബഹുമാനവും കൊടുത്ത് അവർ മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്റെ കുഞ്ഞ് കരയുമെന്ന് ജ്യോതിർമയി പറയുമ്പോഴും മാധ്യമങ്ങൾ അതനുസരിച്ച് തന്നെ കേൾക്കുന്നുമുള്ളതായി കാഴ്ച നമുക്ക് കാണാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.